1201 ആണ്ട് മേടമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. 14/4/2026 മുതൽ 14/5/2026 വരെയുള്ള ഒരു മാസ കാലയളവിലെ പ്രവചനങ്ങളാണ്. മേടക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് പറയുന്നത്. അശ്വതി നക്ഷത്രം, ഭരണി നക്ഷത്രം, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും ചേർന്നതാണ് മേടക്കൂർ എന്ന് പറയുന്നത്. അംഗീകാരങ്ങൾ ലഭിക്കാം, പല വഴിക്കും അംഗീകാരങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് ചിലപ്പം സർക്കാരിൽ നിന്നുള്ള ഒരു ബഹുമതിയാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ സ്ഥാപനം തുടങ്ങുന്നതെങ്കിൽ അതിനുള്ള ലൈസൻസ്, മറ്റുള്ള കാര്യങ്ങൾ അംഗീകരിച്ച് കിട്ടുന്നതും ആകാം. അതുപോലെ തന്നെ ധനസമൃദ്ധി ഉണ്ടാകുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. പ്രതാപം ഉണ്ടാവാം, എന്നുവെച്ചാൽ എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കാം. നിക്ഷേപങ്ങളിൽ നിന്ന് സമൃദ്ധി ലഭിക്കാം. അതായത് നിക്ഷേപം എവിടെയെങ്കിലും പല വിധത്തിലുള്ള നിക്ഷേപം ഉണ്ടെങ്കിൽ ആ നിക്ഷേപങ്ങളിൽ നിന്ന്, അത് യഥാർത്ഥ സാമ്പത്തിക സ്ഥാപനങ്ങളിലാണ് നിക്ഷേപിച്ചതെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് നല്ല ലാഭം ലഭിക്കും. ശത്രുക്കളെ കൊണ്ട് ഉള്ള ഉപദ്രവങ്ങൾ മാറിക്കിട്ടും. അതുപോലെ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും കുറച്ച് മാറ്റം വരും. അതുപോലെ അലച്ചിലും ബുദ്ധിമുട്ടും, കാര്യം നടക്കാൻ വേണ്ടി ആവശ്യമില്ലാത്ത അലച്ചിലുകൾ ഉണ്ടായിരുന്നതെല്ലാം ഒഴിവായി കിട്ടും. ഒട്ടുമിക്ക കാര്യങ്ങളും സാധിച്ചെടുക്കാൻ സാധിക്കും. ആ വിഘ്നങ്ങളെല്ലാം മാറിക്കിട്ടും. സന്താനങ്ങൾക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും. വിചാരിക്കുന്ന കാര്യങ്ങൾ താമസിക്കാണ്ട് തന്നെ നടന്നു കിട്ടും. വിശേഷ വസ്ത്രങ്ങൾ ധരിക്കുന്നതിനുള്ള ഒരു ഭാഗ്യം കൂടി കാണുന്നുണ്ട്. ഒന്നി പുരോഹിതനായിട്ടുള്ള വസ്ത്രമോ, അല്ലെങ്കിൽ മറ്റു മതപരമായ ചടങ്ങുകളിലുള്ള വസ്ത്രമോ, അല്ലെങ്കിൽ ഔദ്യോഗികമായ വസ്ത്രങ്ങളോ ധരിക്കുന്നതിനുള്ള ഒരു ഭാഗ്യം കൂടി കാണുന്നുണ്ട്. അതുപോലെ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ലഭിച്ചത് അത് ഗുണകരമായിട്ടായിരിക്കും നിങ്ങൾക്ക് ഭവിക്കാൻ പോകുന്നത്. ആവശ്യമില്ലാത്ത ചെലവുകൾ ചുരുക്കുവാൻ സാധിക്കും. ഏതെങ്കിലും മേഖലയിൽ ധാരാളം ചെലവുകളുണ്ടെങ്കിൽ അതെല്ലാം ചുരുക്കാൻ സാധിക്കും. പിത്തരസങ്ങളുടെ സന്തുലിതാവസ്ഥയ്ക്കുണ്ടായ വ്യത്യാസം മൂലമുള്ള അസുഖങ്ങൾക്കും പരിഹാരമുണ്ടാകും. അതുപോലെ കണ്ണിൻ്റെ രോഗം മാറിക്കിട്ടുന്നു. വിദഗ്ധ ചികിത്സ ലഭിക്കുന്നത് മൂലം കണ്ണിൻ്റെ രോഗങ്ങൾ, തിമിരം, അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. അതുപോലെ തന്നെ ബന്ധുക്കളുടെ കൂടിച്ചേരലുകൾ നടക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങൾ ലഭിക്കാം. അതുപോലെ ദാനം, പൂജകൾ, പുണ്യ മതപരമായ ആ സ്ഥലങ്ങൾ സന്ദർശിക്കുക വഴി നിങ്ങൾക്ക് ഒരുപാട് ഗുണഫലങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ ആയതിനാൽ ചെറിയ മോശഫലങ്ങൾ ലഭിക്കാം. അധികം മോശഫലങ്ങളൊന്നും മേടക്കൂറിന് വരുന്നില്ല ഈ മേടമാസത്തിൽ. ഇനി ഓരോ മേടക്കൂറിൽ വരുന്ന ഓരോ നക്ഷത്രങ്ങളെയും ഞാൻ ആ നക്ഷത്രങ്ങളുടെ വയസ്സിനനുസരിച്ചിട്ടുള്ളതാണ് ഞാൻ പ്രവചിക്കുന്നത്. അശ്വതി നക്ഷത്രക്കാർക്കുള്ളതാണ്. 2.5 വയസ്സ് വരെയുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ചില അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വേറെ വലിയ അസുഖങ്ങളൊന്നുമല്ല. 2.5 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് വിദ്യാഭ്യാസം ഒരു തടസ്സമില്ലാണ്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ വരാം, ചില ദുഃഖങ്ങൾ വരാം. വിദേശവാസം, കുടുംബസമേതം വിദേശത്തേക്ക് പോയി താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 26 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചിരിക്കുകയാൽ അവർക്ക് നല്ല ജോലി കിട്ടുന്നതിനും അതുമൂലം അവർക്ക് പ്രതീക്ഷയിൽ കൂടുതൽ നല്ല വരുമാനം, സാമ്പത്തിക ഗുണം മെച്ചപ്പെടുത്തുന്നതിനും അവർക്ക് സാധിക്കുന്നു. അങ്ങനെ അവർക്ക് പുതിയ വാഹനം, വീട് എന്നിവയെല്ലാം വാങ്ങാൻ സാധിക്കുന്നു. നല്ല മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു ഇണയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനുമുള്ള സമയം നല്ലതാകുന്നു. 36 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു സർജറി നടക്കുന്നതിനായിട്ടുള്ള ഒരു സാധ്യത കാണുന്നു. അത് കൂടുതലും തീപ്പൊള്ളൽ മുഖാന്തരമുള്ള സർജറിയോ, അല്ലെങ്കിൽ വയറിനെ സംബന്ധിച്ചുള്ള അവയവങ്ങൾക്കുള്ള ചെറിയ പ്രശ്നങ്ങളോ, ഇപ്പോൾ ഉദാഹരണം അപ്പൻഡിക്സ്, ഹെർണിയ, അങ്ങനെയൊക്കെയുള്ള ചില സർജറി നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഒരു കാരണവശാലും ദേശത്തിന് വിരുദ്ധമായ ഒരു നടപടികളിൽ പോലും നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഒരു പങ്കാളിയാകരുത്. കാരണം ജയിൽ ശിക്ഷ വരുന്നുണ്ട്. അതുകൊണ്ട് അത് സൂക്ഷിക്കുക. 43 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ളവർക്ക് അവരുടെ ബന്ധുക്കൾ, ഉറ്റ ബന്ധുക്കളാരോ അവരെ വളരെയധികം സഹായിക്കുകയും എല്ലാത്തിനും അവരെ ഒരു കൂട്ടായി നിന്നിരുന്ന ഒരു ബന്ധു മരിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില രോഗങ്ങൾ വരാം. ധനനഷ്ടം, അശ്രദ്ധ കാണിച്ചാൽ ധനനഷ്ടം ധാരാളം വരാം. അതുകൊണ്ട് അശ്രദ്ധ കാണിക്കാതെ സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടതാണ്. അന്യനാട്ടിൽ വസിക്കേണ്ടതായിട്ടുള്ള ഒരു യോഗവും കാണുന്നുണ്ട്. മിക്കവാറും ജോലി സംബന്ധമായി അന്യനാട്ടിൽ, വിദേശ നാട്ടിൽ താമസിക്കുവാനായിട്ടുള്ള ഒരു ഭാഗ്യവും കൂടി ഉണ്ട്. 61 വയസ്സ് മുതൽ 77 വയസ്സ് വരെയുള്ളവർക്ക് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നല്ലോ മുൻകാലങ്ങളിൽ, അതെല്ലാം അവർക്ക്
മാറി അവർക്ക് വളരെയധികം ഒരു സൗഖ്യം ലഭിക്കുന്ന ഒരു മാസമാണ്. ആരോഗ്യം കൊണ്ടൊക്കെ വളരെ നല്ലൊരു മാസമാണ് അവർക്ക്, നല്ലൊരു കാലഘട്ടമാണ് അവർക്ക്. അടുത്ത് ഭരണി നക്ഷത്രക്കാർക്കുള്ളതാണ്. 15 വയസ്സ് വരെയുള്ള ഭരണി നക്ഷത്രക്കാർക്ക് പല ഗുണങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ നല്ല വിദ്യാഭ്യാസം, അതായത് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട്. അതുകൊണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു തൊഴിൽ ലഭിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ വലുതായിട്ടൊന്നും കാണുന്നില്ല. അതുപോലെ കലാരംഗങ്ങളിൽ, അതായത് ചിത്രരചന, സംഗീതം, അതുപോലെയുള്ള അഭിനയങ്ങൾ, ഇതിലെല്ലാത്തിലും അവർക്ക് വേണമെങ്കിൽ ഈ സമയം അവർക്ക് അതിൽ അഭ്യസിക്കാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. അതിൻ്റെ കഴിവ് അവർക്ക് തെളിയിക്കാനും സാധിക്കും. അതിനുള്ള യോഗം അവർക്ക് ഈ പ്രായത്തിൽ കാണുന്നുണ്ട്. 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഉള്ളവർക്ക് ചില ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അശ്രദ്ധ കാണിച്ചാൽ ധനനഷ്ടം വരാം, അല്ലെങ്കിൽ ധനനഷ്ടം വരുന്നതല്ല. വിദേശത്തേക്ക് പോകുന്നതിന് അവർക്ക് ഭാഗ്യം ലഭിക്കുന്ന ഈ സമയത്ത് വിദ്യാഭ്യാസത്തിനായിരിക്കാം പോകുന്നത്. അപകടങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഈ സമയം വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കുക. 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെ ഉള്ളവർക്ക് പല ഗുണങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് പ്രതീക്ഷിച്ചതിൽ കൂടുതൽ നല്ല ഒരു ഉയർന്ന വിദ്യാഭ്യാസം ലഭിക്കുന്നതിനാൽ, നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിച്ചതിനാൽ അവർക്ക് ഉയർന്ന രീതിയിലുള്ള ഒരു നല്ല വരുമാനമുള്ള ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അവർക്ക് ധാരാളം പണം സമ്പാദിക്കാൻ സാധിക്കുന്നു. പറ്റിയ ഒരു ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുന്നതിനും അവർക്ക് സാധിക്കുന്നു. സന്താന ഭാഗ്യവും അവർക്കുണ്ടാകാം. അലർജിയിലെ ചില ബുദ്ധിമുട്ടുകൾ, അതായത് ശ്വാസമുട്ട്, അലർജി എന്നിവ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. എന്നാലും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെ ഉള്ളവർക്ക് ചില സർജറികൾ നടക്കേണ്ടതായിട്ടുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് മിക്കവാറും ഈ തീപ്പൊള്ളലേക്കുകയോ അല്ലെങ്കിൽ വയറിൻ്റെ അവയവങ്ങൾക്ക്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അപ്പൻഡിക്സ്, ഹെർണിയ പോലുള്ള അവയവങ്ങൾക്ക് ഒരു സർജറി നടക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ സമയം നമ്മൾ യാതൊരു വിധത്തിലുള്ള രാജ്യദ്രോഹ കുറ്റങ്ങൾക്കോ മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കേസിനും പെടാണ്ടിരിക്കുക. കാരണം റിമാൻഡ് കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. വിദേശ ജോലിയുള്ളവർക്ക് ജോലിയിൽ ചില പ്രശ്നങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അപ്പം വിഘ്നവിനാശകനായ മഹാഗണപതി ഭഗവാനെ ശരണം പ്രാപിച്ചത് മാറ്റിയെടുക്കുക. 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെ ഉള്ളവർക്ക് പല രീതിയിലും ഒരു ഭയം ഉണ്ടാകാം. എല്ലാത്തിനോടും ഒരു ഭയവും ഒരു വെറുപ്പും ഒരു നിരാശയൊക്കെ വരുന്നതിന് ഒരു സാധ്യതയുണ്ട്. കുറച്ച് മാനസികമായിട്ടുള്ള ഡിപ്രഷനൊക്കെ വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഈ സമയം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ കാര്യത്തിന് നിങ്ങൾക്ക് വിശ്വസ്തതയുള്ള ആൾക്കാരുടെ സേവനം നിങ്ങൾ തേടേണ്ടതാണ്. അവർ നിങ്ങൾക്ക് വളരെ കാര്യങ്ങളായിട്ടെല്ലാം പറഞ്ഞു തരും. അങ്ങനെ നിങ്ങൾ അതിൽ നിന്ന് വേണം ഓരോന്ന് തുടങ്ങാൻ. ചാടിക്കയറി ഒന്നും നിങ്ങൾ ചെയ്യരുത്, സാമ്പത്തിക നഷ്ടം വരാം. അതുപോലെ 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച കുറച്ച് പ്രയാസങ്ങൾ, കഴിഞ്ഞ കാലത്തുള്ള പ്രയാസങ്ങളെല്ലാം അവർക്ക് മാറിക്കിട്ടുകയും നേരെ അവർക്ക് സ്വയം തന്നെ ഓരോ നല്ല തീരുമാനങ്ങൾ എടുക്കാനും നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കുന്നു. നഷ്ടലാഭങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് അവരെത്തുന്നു. മനസ്സിന് ശാന്തി വരുന്നു, ഏകാഗ്രത വരുന്നു. കുടുംബജീവിതത്തിൽ അവർക്ക് വളരെയധികം മനസ്സമാധാനവും ശരീരസുഖവും ലഭിക്കുന്നു. അതുപോലെ തന്നെ ആത്മീയതയിലേക്ക് തിരിയുന്നതും നല്ലതായിരിക്കും. ആത്മീയതയിലേക്ക് പൂർണ്ണമായി തിരിയണം എന്നല്ല പറഞ്ഞത്, ഒരു ദൈവവിശ്വാസം ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ വേർപെടുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നില്ല. അടുത്ത കാർത്തിക നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് പറയുന്നത്. 10 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ ചെറിയ രീതിയിലുണ്ടാകുമെങ്കിലും പൊതുവെ ആരോഗ്യം നല്ലതായിരിക്കും. സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ സമ്മാനങ്ങളായി ലഭിക്കാനുള്ള ഒരു ഭാഗ്യവും കൂടി കാണുന്നുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു ചെറിയ സർജറി നടക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ സമയം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് രക്ഷകർത്താക്കൾ. കുട്ടികളെ പല ദുർനടപടികളിലേക്കും ഏർപ്പെടാനുള്ള ഒരു സാധ്യത ചില കാർത്തിക നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് കുട്ടി എവിടെ പോകുന്നു, ആരോടൊപ്പം കൂട്ടിക്കൂടുന്നൊക്കെ ഒന്ന് രക്ഷകർത്താക്കൾ ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ളവർക്ക് ചില ആപത്തുകൾ വരാം, ധനനാശം വരുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അത് മുകളിൽ പറഞ്ഞ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിച്ച് ഇതിലുള്ളൊരു ജീവിതമാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ആപത്തുകളൊന്നും വരാതെ നല്ല രീതിയിൽ പോകാൻ സാധിക്കും. അതുപോലെ അവരെ ഏതിനും എന്തിനും ഒരു കൂട്ടായും സഹായമായി നിന്ന ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു ബന്ധുവോ മരണപ്പെടുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്.
അതുമൂലം ഒരു ചെറിയ മനപ്രയാസം ഉണ്ടാകാം. എങ്കിലും നിങ്ങൾ ഒരു തരത്തിലും നിങ്ങൾ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയാകരുത്. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതുവരെ കുറച്ച് കഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം വീണ്ടെടുക്കേണ്ട ഒരു ശുഭമായ ഒരു സമയമാണ് ഈ കാലഘട്ടം. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ധനവും ഐശ്വര്യങ്ങളും എല്ലാം അവർക്ക് ലഭിക്കും. ആത്മീയതയെ കൂടി അവർ നേടിക്കഴിഞ്ഞാൽ, അതായത് ഈശ്വര വിശ്വാസവും പൂജയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ജോലിയിലെ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ്. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഉയർച്ചയിൽ, കാരണം അവർ പലപ്പോഴും ശത്രുക്കളും എല്ലാവരും വിചാരിക്കും നിങ്ങൾ വളരെയധികം അധപ്പതിച്ചു പോകുമെന്ന്. പക്ഷെ അതിലെല്ലാം നിങ്ങൾ തരണം ചെയ്ത് ഈശ്വര കൃപയാൽ നിങ്ങൾ വളരെയധികം ഉയർച്ചയിലേക്ക് എത്തിയതുകൊണ്ട് അസൂയമൂത്ത ആൾക്കാർ നിങ്ങളുടെ പല രീതിയിലും പല അപമാനങ്ങൾ നിങ്ങൾക്കെതിരെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട. അതുപോലെ തന്നെ ഈ ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ വളരെ വേർപെടാൻ സാധ്യതയുണ്ട്, വളരെ ദൂരത്തേക്ക് മാറി താമസിക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ അന്യനാട്ടിൽ നിങ്ങൾക്ക് താമസിക്കുന്നതിനും ഒരു യോഗം കാണുന്നുണ്ട്. പിന്നെ വാദം മുതലായ രോഗങ്ങൾ, കൈകാൽ വേദന, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പല ബുദ്ധിമുട്ടുകൾ വരാനുള്ളൊരു സാധ്യതയുണ്ട്. 71 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് നടന്നു കിട്ടുന്ന ഒരു ഭാഗ്യമുള്ള ഒരു കാലഘട്ടമാണ് ഈ 71 വയസ്സിന് മുകളിലോട്ട്. അതുകൊണ്ട് ഭക്ഷണങ്ങൾ കുറച്ച് ക്രമീകരിക്കുക. കാരണം അത് ഒരു ഫുഡ് പോയ്സൺ അങ്ങനെയൊക്കെയുള്ളത് വരാനൊരു സാധ്യത ഉള്ളതിനാൽ അത് വളരെ ശ്രദ്ധിക്കുക. ധനവും ധാന്യത്തിനും ഒന്നും ഒരു കുറവ് വരില്ല, മനസ്സമാധാനം ഉണ്ടാവും, നല്ല ആരോഗ്യം ലഭിക്കും, യാതൊരു ബുദ്ധിമുട്ടും വരാത്ത ഒരു കാലഘട്ടമാണിത്. ഇവിടെ ഞാൻ പ്രവചിച്ചതെല്ലാം സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. അതുപോലെ കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന കൂടി അത്യാവശ്യമായി വരുന്നു. നിങ്ങൾക്കുള്ള വാസ്തുപരമായോ മുഹൂർത്തപരമായോ പൂജാപരമായോ ഒക്കെ ഉള്ള സംശയങ്ങൾക്ക്, ആ കാര്യങ്ങൾക്ക് നിങ്ങൾ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന മേടമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.